നമസ്കാരം. മന്ത്രിയായാലും തന്ത്രിയായാലും 10 പൈസയുടെ വിവരമില്ലാതെ ആരെയും ആക്ഷേപിച്ചുകൊണ്ട് എന്തും പറയാമെന്ന് വിചാരിക്കുന്നത് ഒരുതരം മാടമ്പിത്തരമാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്ത് പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ഓരോ ആനുകൂല്യങ്ങളും അത് ഈ പറയുന്ന മന്ത്രിമാരും നേതാക്കന്മാരും സ്വന്തം കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നതല്ല. അത് ഓരോ പൗരന്റെയും ന്യായമായ അവകാശമാണ്. അത് കൃത്യമായി പൊതുജനം കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് ഈ മന്ത്രിമാർ വീതിച്ചു കൊടുക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ മന്ത്രിമാർക്ക് പോലും ശമ്പളം കൊടുക്കുന്നത് പൊതുജനമാണ് എന്ന ഓർമ്മ വേണം. അവരെ ശമ്പളം കൊടുത്ത് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണതലപ്പത്തിരുത്തുന്നത് പൊതുജനങ്ങളെ കൃത്യമായി എല്ലാവരെയും തുല്യതയോടുകൂടി സേവിക്കുന്നതിനും അതിനുവേണ്ട കാര്യങ്ങൾ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ചെയ്യുന്നതിനും വേണ്ടിയാണ്. അല്ലാതെ സ്വന്തം വീട്ടിൽ നിന്ന് ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചു കൊണ്ടുവന്ന് പൊതുജനത്തിനെ സേവിക്കാൻ ആരും പറയുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ഏറെ ചർച്ചയാകുന്നത് KSRTC നടപ്പിലാക്കുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ മന്ത്രി CP ജോൺ നടത്തിയ പരാമർശമാണ്. സ്ത്രീകളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ മന്ത്രി പറഞ്ഞ പരാമർശങ്ങൾ കേട്ടാൽ മന്ത്രിയുടെ മുന്നിൽ ഔദാര്യത്തിന് വേണ്ടി കൈനീട്ടുന്ന ഭിക്ഷക്കാരോട് പറയുന്ന ഭാഷയ്ക്ക് തുല്യമാണ്. പൈസ ഇല്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കും. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നുവെന്നാണ് മന്ത്രി പറഞ്ഞു വെച്ചത്. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. അധികാരം കിട്ടിയാൽ വാക്കുകൾക്ക് അതിരില്ല എന്ന് കരുതുന്ന നിമിഷമാണ് ഒരു ജനാധിപത്യ ഭരണാധികാരിയുടെ ഏറ്റവും വലിയ പരാജയമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മന്ത്രി കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് ആരെയും അധിക്ഷേപിക്കാനും അവഹേളിക്കാനും അവകാശങ്ങളെ ഔദാര്യമാക്കി ചിത്രീകരിക്കാനും കഴിയുമെന്ന് കരുതുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ഒരു ക്ഷേമ പദ്ധതി ഉപയോഗിക്കുന്ന സ്ത്രീകളെ കുറിച്ച് ഒരു മന്ത്രി ഉപയോഗിച്ച ഭാഷ ഒരു ജനപ്രതിനിധിയുടെ നിലവാരത്തിന് ചേർന്നതാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ആ വാക്കുകളിൽ ഒരു ജനസേവകന്റെ വിനയത്തെക്കാൾ അധികാരത്തിന്റെ ധാർഷ്ട്യമാണ് പലരും കണ്ടത്. ഒരു മന്ത്രി ആദ്യം മനസ്സിലാക്കേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. സർക്കാർ പദ്ധതികൾ സർക്കാരിന്റെ ഔദാര്യമല്ല, ജനങ്ങളുടെ അവകാശമാണ്. ജനങ്ങളുടെ നികുതി പണം ജനങ്ങൾക്ക് തന്നെ സേവനമായി തിരികെ നൽകുന്ന ഭരണപരമായ ഉത്തരവാദിത്വം മാത്രമാണത്. അതുകൊണ്ട് ആ പദ്ധതികൾ ഉപയോഗിക്കുന്നവരെ പരിഹസിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളോട് തന്നെ ചെയ്യുന്ന അനീതിയാണ്. ഇവിടെ മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഒരു സാധാരണ പൗരൻ ഇതേ രീതിയിൽ സ്ത്രീകളെ അധിക്ഷേപിച്ച് സംസാരിച്ചിരുന്നുവെങ്കിൽ സമൂഹം അതിനെ എങ്ങനെ വിലയിരുത്തുമായിരുന്നു? അങ്ങനെയെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രിയുടെ വാക്കുകൾക്ക് അതിലും വലിയ ഉത്തരവാദിത്വമില്ലേ? കാരണം മന്ത്രിയുടെ ഓരോ വാക്കും വ്യക്തിപരമായ അഭിപ്രായമല്ല, അതൊരു സർക്കാരിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പ്രതിഫലനമായിട്ടാണ് സമൂഹം കാണുന്നത്, കേൾക്കുന്നത്. രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. ക്ഷേമ പദ്ധതികളെ വിമർശിക്കാം, സാമ്പത്തിക ബാധ്യതകളെ ചോദ്യം ചെയ്യാം, നയങ്ങളെക്കുറിച്ച് ശക്തമായ അഭിപ്രായങ്ങൾ പറയാം. എന്നാൽ ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ, അവരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന ഭാഷയിൽ ചിത്രീകരിക്കാൻ ഒരു ജനാധിപത്യ സംവിധാനവും ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല. അധികാരം 5 വർഷത്തേക്കുള്ളത് മാത്രമാണ്. പക്ഷേ അത് ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാനുള്ള ലൈസൻസുമല്ല. മന്ത്രിമാർ ഓർക്കേണ്ട ഏറ്റവും വലിയ സത്യം അവർ ഭരിക്കുന്ന ജനങ്ങളാണ് യഥാർത്ഥ യജമാനന്മാർ എന്നതാണ്. ശമ്പളം നൽകുന്നതും ഖജനാവ് നിറയ്ക്കുന്നതും ജനങ്ങളാണ്. അതിനാൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങളെ ഔദാര്യമാക്കി അവതരിപ്പിക്കുകയും ചെറുതാക്കി കാണിക്കുകയും ആ അവകാശം ഉപയോഗിക്കുന്നവരെ അപമാനിക്കുകയും ചെയ്യുന്നത് അധികാരത്തിന്റെ ഭാഷയല്ല, ജനാധിപത്യത്തിന്റെ ആത്മാവിനെ തന്നെ മുറിവേൽപ്പിക്കുന്ന സമീപനമാണ്. ഒരു മന്ത്രി ജനങ്ങളിൽ നിന്ന് ആദരവ് ആവശ്യപ്പെടുന്നതിന് മുൻപ് ജനങ്ങളെ ആദരിക്കാൻ പഠിക്കണം. കാരണം ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നത് ഏത് മന്ത്രിക്കും ബാധകമാണ്.